അഴിമതി കേസിൽ കുറ്റവിമുക്തനാക്കണം എന്നാവശ്യപ്പെട്ട ഇസ്രയേൽ പ്രസിഡന്റിന് കത്തയച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാപ്പ് ചോദിച്ച നടപടിയിൽ ഇസ്രയേലിൽ പ്രതിഷേധം കനക്കുന്നു. ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ വസതിക്ക് പുറത്ത് നടത്തിയ പ്രതിഷേധത്തിൽ നെതന്യാഹുവിന്റെ നീക്കത്തെ പൊതുജനം അപലപിച്ചു. ഈ നീക്കം നിയമവാഴ്ചയ്ക്ക് എതിരെയുള്ള ആക്രമണമാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. വാഴപ്പഴത്തിന്റെ കൂമ്പാരത്തിന് മുകളിൽ ക്ഷമിക്കണമെന്ന് ലേബർ ചെയ്തിട്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. ഈ നീക്കത്തെ ബനാന റിപ്പബ്ലിക്കനോടാണ് പ്രതിഷേധക്കാർ ഉപമിച്ചിരിക്കുന്നത്. ദീർഘകാലമായി നിലനിൽക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ ഇസ്രയേൽ പ്രസിഡന്റിനോട് കഴിഞ്ഞ ദിവസം നെതന്യാഹു മാപ്പ് ചോദിച്ചിരുന്നു. നെതന്യാഹുവിന് മാപ്പ് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ഇസ്രയേൽ പ്രസിഡന്റിന് കത്തയച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നെതന്യാഹു മാപ്പ് ചോദിച്ചിരിക്കുന്നത്. തനിക്കെതിരെ ദീർഘകാലമായി നിലനിൽക്കുന്ന അഴിമതി ആരോപണം രാജ്യത്തെ ശിഥിലമാക്കുമെന്നും കേസുകളിൽ നിന്ന് തന്നെ കുറ്റവിമുക്തനാക്കണമെന്നും ആണ് നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുറ്റം പൂർണ്ണമായിട്ടും സമ്മതിക്കുക, രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിക്കുക എന്നീ വ്യവസ്ഥകൾ നെതന്യാഹു പാലിക്കുന്നില്ല എങ്കിൽ ഇസ്രയേൽ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മാപ്പ് നിരസിക്കണമെന്ന് പ്രതിപക്ഷ നേതാക്കളും ആവശ്യപ്പെട്ടു. തെറ്റ് ചെയ്തതായി സമ്മതിക്കുകയും അതിൽ വിഷമം തോന്നുകയും രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ മാപ്പ് നൽകാവൂ എന്നാണ് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് പറഞ്ഞത്. കുറ്റവാളികൾ മാത്രമേ മാപ്പ് തേടാറുള്ളൂവെന്നും 8 വർഷത്തെ നിയമ നടപടികൾക്ക് ശേഷം നെതന്യാഹു ഇപ്പോഴാണ് മാപ്പ് ചോദിക്കുന്നതെന്നും ഡെമോക്രാറ്റിക് പാർട്ടി തലവൻ യാർ ഗോലനും പറഞ്ഞു. പിരിമുറുക്കങ്ങൾ ആളിക്കത്തിക്കുന്നതിന് പകരം കത്തിച്ച തീ കെടുത്തുകയും ജനാധിപത്യത്തെ ദ്രോഹിക്കുന്നത് നിർത്തുകയും തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുക, അതിനുശേഷം മാത്രമേ മാപ്പ് പരിഗണിക്കുകയുള്ളൂവെന്നും നാഷണൽ യൂണിറ്റി പാർട്ടി ചെയർമാൻ ബെന്നി ഗാൻസ് വ്യക്തമാക്കി. ഗാസയിലെ വംശഹത്യയ്ക്ക് പിന്നാലെ നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി കേസുകളിൽ നടപടി പുനരാരംഭിക്കും എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇസ്രയേൽ കോടതികളിൽ അഴിമതി, തട്ടിപ്പ്, വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള നിരവധി കേസുകളാണ് നെതന്യാഹുവിനെതിരെയുള്ളത്. അതേസമയം നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ആദ്യം ഇസ്രയേൽ പ്രസിഡന്റിന് കത്തെഴുതിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഔദ്യോഗിക മാപ്പപേക്ഷ എത്തുന്നത്. തനിക്കെതിരായ 6 വർഷം നീണ്ട അഴിമതി വിചാരണ അവസാനിക്കുന്നത് ഇസ്രയേലിന്റെ ദേശീയ താൽപര്യത്തിന് അനിവാര്യമാണ് എന്നാണ് നെതന്യാഹു ഇറക്കിയ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത്. അതിനിടെ എനിക്കെതിരായ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ട് ഏകദേശം 1 ദശാബ്ദത്തോളമായി. ഈ കേസുകളിലെ വിചാരണ ഏകദേശം 6 വർഷമായി തുടരുന്നു. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കെതിരായ കേസുകൾ കെട്ടിച്ചമച്ചതാണെന്നും നെതന്യാഹു എടുത്തു പറഞ്ഞു. എല്ലാ കുറ്റങ്ങളിൽ നിന്നും മുക്തനാകുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുക എന്നതാണ് തന്റെ താല്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സുരക്ഷാപരവും നയതന്ത്രപരവും ദേശീയ താൽപര്യങ്ങളും മറ്റൊന്നാണ് ആവശ്യപ്പെടുന്നത് എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇസ്രയേല് വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. അതോടൊപ്പം വലിയ അവസരങ്ങളുമുണ്ട്. ഭീഷണികളെ ചെറുക്കാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ദേശീയ ഐക്യം ആവശ്യമാണ്. വിചാരണയുടെ തുടർച്ച നമ്മളെ ഉള്ളിൽ നിന്ന് കീറിമുറിക്കുന്നു. അത് ഭിന്നതകൾ സൃഷ്ടിക്കുകയും പിളർപ്പുകൾ ആഴത്തിലാക്കുകയും ചെയ്യുന്നു. രാജ്യത്തെ മറ്റനേകം ആളുകളെ പോലെ എനിക്കും ഉറപ്പുണ്ട്, വിചാരണ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാനും വിശാലമായ അനുരഞ്ജനത്തിന് വഴിയൊരുക്കാനും വളരെയധികം സഹായിക്കുമെന്ന്. അത് നമ്മുടെ രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്നും നെതന്യാഹു ഊന്നി പറഞ്ഞു. അതേസമയം പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്നത് സംഘടിത പീഡനമാണ് എന്നാരോപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തി. സംഘടിതവും വ്യാപകവുമായ പീഡനമാണ് ഇസ്രയേലിൽ നടത്തുന്നത് എന്ന് യുഎന്നിന്റെ കമ്മിറ്റി അഗൈൻസ്റ്റ് ടോർച്ചറി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 2 വർഷമായി യുഎന്നിന്റെ CIT കൺവെൻഷൻ ഇസ്രയേൽ പാലിച്ചിട്ടുണ്ടോ എന്ന വിലയിരുത്തലിലാണ് ഗുരുതരമായ പീഡനങ്ങൾ നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. കടുത്ത മർദ്ദനം, വൈദ്യുതാഘാതം ഏൽപ്പിക്കൽ, വാട്ടർ ബോർഡിംഗ്, നായ്ക്കളുടെ ആക്രമണം, ലൈംഗികാതിക്രമം, കടുത്ത നിയന്ത്രണങ്ങൾ, തടവുകാരി മൃഗങ്ങളെ പോലെ പെരുമാറാൻ നിർബന്ധിക്കുക തുടങ്ങിയ ക്രൂരമായ പീഡനങ്ങൾ ഇസ്രയേൽ പലസ്തീനികൾക്കെതിരെ നടത്തിയെന്നും റിപ്പോർട്ടുകളിലുണ്ട്. ആസൂത്രിതമായി വൈദ്യസഹായം നിഷേധിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഗാസയിലെ വംശഹത്യ ആരംഭിച്ചതു മുതൽ ഇസ്രയേൽ ഈ നയം നടത്തിയിരുന്നുവെന്നും CIT വ്യക്തമാക്കിയിട്ടുണ്ട്. പലസ്തീൻ ജനതയ്ക്ക് ക്രൂരവും അപമാനകരവും മനുഷ്യത്വരഹിതവുമായ ജീവിത സാഹചര്യങ്ങളാണ് ഇസ്രയേൽ സൃഷ്ടിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ CIT പറഞ്ഞിട്ടുണ്ട്. ഈ ക്രൂരതകൾ തടയാൻ അന്താരാഷ്ട്ര സമൂഹം നടപടി സ്വീകരിക്കണമെന്നും നിലവിൽ ഇസ്രയേൽ നടത്തുന്ന പീഡനങ്ങളെ പുനഃപരിശോധിക്കുന്നതിനായി ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ സ്ഥാപിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. മാനുഷിക സഹായം ഉടനടി ലഭ്യമാക്കണമെന്നും ഗാസയിലേക്ക് സഹായ പ്രവർത്തകർക്ക് തടസ്സമില്ലാതെ പ്രവേശനം നൽകണമെന്നും കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. മാനുഷിക പ്രതിസന്ധി നിർണായക ഘട്ടത്തിലാണെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. അൽബേനിയ, അർജന്റീന, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ ഗുരുതരമായ പ്രശ്നങ്ങളും കമ്മിറ്റി അഭിസംബോധന ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.